ഹലോ, ഗംഗയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു വെഡ്ഡിങ് മേക്കപ്പ് തന്നെ, വെഡ്ഡിങ്ങും റിസപ്ഷനും രണ്ടും കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു മേക്കപ്പിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തെങ്കാശിയിലാണ് വെഡ്ഡിങ് നടക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതുപോലെ കല്യാണ പയ്യൻ്റെയും കുട്ടിയുടെയും ഫോട്ടോയും റിലേറ്റീവ്സിൻ്റെ ഫോട്ടോയൊക്കെ ഇതുപോലെ ഒരു വലിയ ഫ്രെയിമായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ഭയങ്കര വലിയ ഫ്രെയിമുകളായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ വന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഫസ്റ്റിൽ റെഡിയായി. അപ്പോൾ ഇതാ കല്യാണക്കുട്ടി എത്തി. കല്യാണക്കുട്ടിയുടെ പേര് കനി എന്നാണ് കേട്ടോ. അപ്പോൾ കനി നമുക്ക് കുറച്ച് ഫേസിൽ കുറച്ച് ഡാർക്ക് സർക്കിൾസും പാടുകളും പിമ്പിൾസും ഒക്കെ ഉള്ളൊരു ഫേസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തു. പിന്നെ അതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് മുതലേ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് നമ്മളത് ചെയ്യാൻ. പിന്നെ കനിക്ക് നമ്മൾ കൊടുത്ത ഐ മേക്കപ്പ് ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ. സാരിക്ക് മാച്ചായിട്ട് പോകുന്ന രീതിയിൽ ഒരുപാട് ബ്രൈറ്റ് ഷെയ്ഡൊന്നും കൊടുക്കാതെ തന്നെ ഉള്ളൊരു ഐ മേക്കപ്പ് ചെയ്തു. പിന്നെ റൂമിൽ റിലേറ്റീവ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മല്ലികമ്മയാണ്. മല്ലികമ്മ താലമൊക്കെ റെഡിയാക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾ കനിക്ക് ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യുകയാണ് കേട്ടോ. മുല്ലപ്പൂ മാത്രം വെച്ചിട്ടാണ് കനിയുടെ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തത്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നല്ലോ, തെങ്കാശിയിലായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് കളർ ഫ്ലവേഴ്സ് ഒന്നും നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. അതുപോലെ കുറച്ച് നേരത്തെ നമ്മളപ്പോൾ ഫ്ലവേഴ്സ് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കളർ ഫ്ലവേഴ്സ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്തില്ല. ജാസ്മിൻ അവിടെ കനി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മുല്ലപ്പൂ മാത്രം വെച്ചിട്ടുള്ള ഹെയർ ഫ്ലവർ ഡെക്കറേഷനാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നന്നായിട്ട് അടുക്കി കൊരുത്ത നല്ല മുല്ലപ്പൂവായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മുല്ലപ്പൂ. ഹെയർ എക്സ്റ്റൻഷൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉള്ളതായതുകൊണ്ട് നമ്മൾ ഹെയറിന് ഒരുപാട് എക്സ്റ്റൻഷൻ ലെങ്ത് കൊടുത്തില്ല. ഒരു മീഡിയം ലെങ്ത് കൊടുത്ത് ചെയ്തതേ ഉള്ളൂ. പിന്നെ കനിയുടെ വളയൊക്കെ ഇനി വരാനുണ്ട്. പിന്നെ ഇത് പ്രിയ ചേച്ചിയാണ് കേട്ടോ. പ്രിയ ചേച്ചി എൻ്റെ ഒരു ചേച്ചി, സ്വന്തം ചേച്ചി പോലാണ്. അപ്പോൾ പ്രിയ ചേച്ചിയാണ് എന്നോട് ഈ ഒരു വർക്ക് പറഞ്ഞത്. പ്രിയ ചേച്ചിയുടെ നാത്തൂനാണ് കനി. പിന്നെ കനിയുടെ ആ ഒരു മേക്കപ്പിന് ശേഷം പ്രിയ ചേച്ചിയെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് അതുപോലെ സാരി ഡ്രേപ്പിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു മേക്കപ്പ് തന്നെ നമ്മൾ ഇന്ന് കനിക്ക് കൊടുത്തേക്കുന്നത്. ഒട്ടും തന്നെ കനിയുടെ ആ ഒരു കളറിൽ നിന്ന് ഒട്ടും ബ്രൈറ്റ് ആക്കാത്ത രീതിയിൽ തന്നെ ഉള്ളൊരു മേക്കപ്പാണ് നമ്മളിന്ന് കൊടുത്തേക്കുന്നത്. ഭയങ്കര കാറ്റാണ് കേട്ടോ. തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റാണ്. ഫോട്ടോഷൂട്ടൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. ആ ഗ്യാപ്പിൽ ഞങ്ങളും പോയി കുറച്ച് ഫോട്ടോഷൂട്ട് അങ്ങ് ചെയ്തു. പിന്നെ ഭയങ്കര നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നല്ല വെട്ടവും എപ്പോഴും ഭയങ്കര തണുത്ത കാറ്റും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ് അവിടെ. ഇനി ഇവിടെ ഫംഗ്ഷന് വേണ്ടി പയ്യനെ സ്വീകരിക്കുന്ന ചടങ്ങൊക്കെയാണ് കേട്ടോ. അവിടെ കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കാട്ടി വ്യത്യസ്തമായിട്ട് ചെണ്ടമേളമൊക്കെ ആയിട്ടാണ് പയ്യനെ അവരെ ആനയിക്കുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഒരു തമിഴ്നാട്ടിലെ വെഡ്ഡിങ്ങിൻ്റെ ഫങ്ഷൻസൊക്കെ നേരിട്ട് കാണുന്നത്. അങ്ങനെ ആദ്യത്തെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി ഒരു സെക്കൻഡ് സാരി ചേഞ്ച് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പ്രീപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സാരി ചേഞ്ചിങ് നമ്മൾ ചെയ്തു. പോകുന്ന വഴി കുറ്റാലത്തൊന്ന് പോകാം നമുക്ക്. നല്ല സൂപ്പർ കാറ്റാണ് കേട്ടോ അവിടെ എപ്പോഴും. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി വേണ്ടേ നൊങ്ക് കിട്ടി, കരിക്ക്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് പനനൊങ്കും അതിൻ്റെ കരിക്കും ഒക്കെ കിട്ടി കേട്ടോ. റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കിട്ടും തമിഴ്നാട്ടിൽ. നമ്മൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കുറ്റാലം ആദ്യമായിട്ട് കണ്ട ഒരു സന്തോഷത്തിൽ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.